ആമിൽ അൽ റസൂൽ അധ്യായം 7. ഖത്തീബ് ചോദിച്ചു, ഇതെല്ലാം ഹക്കായതാണോ? സ്തെഫാനോസ് മറുപടി പറഞ്ഞത്, അഹ്മാരും അബ്ബമാരുമായവരെ കേട്ടുകൊള്ളുവിൻ. നമ്മുടെ അബ്ബയായ ഇബ്രാഹിം ഹാരാനിലേക്ക് പോയി പാർക്കുന്നതിന് മുമ്പ് മെസൊപ്പൊട്ടാമിയയിൽ ആയിരിക്കുമ്പോൾ തേജോമയനായ അള്ളാഹു അവന് ലുഹൂറാക്കപ്പെട്ട് അവനോട് പറഞ്ഞു, നിന്റെ നാടിനെയും ഇഖ്വാനീങ്ങളെയും നീ വിട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അങ്ങനെ ഇബ്രാഹിം കൽദായ ദേശത്തു നിന്ന് പുറപ്പെട്ട് ഹാരാനിൽ വന്ന് താമസമാക്കി. ഇബ്രാഹിമിൻ്റെ ബാപ്പയുടെ മൗത്തിന് ശേഷം അള്ളാഹു അവിടെ നിന്ന് അവനെ നിങ്ങളിപ്പോൾ പാർക്കുന്ന ഈ ദേശത്തേക്ക് കൊണ്ടുവന്ന് താമസിപ്പിച്ചു. എങ്കിലും അള്ളാഹു ഇബ്രാഹിമിന് കാലുവെക്കാൻ ഒരു അടി സ്ഥലം പോലും അവകാശമായി കൊടുത്തില്ല. എന്നാൽ ഈ ദേശം അവനും തലമുറക്കും അവകാശമായി നൽകുമെന്ന് അവന് കുട്ടികളില്ലാതിരിക്കുമ്പോൾ തന്നെ അള്ളാഹു വാഗ്ദാനം ചെയ്തു. അവൻ്റെ മക്കൾ മറ്റുള്ളവരുടെ ദേശത്ത് പ്രവാസികളായിരിക്കുമെന്നും അവരെ ആ ദേശക്കാർ 400 വർഷത്തേക്ക് അടിമകളാക്കി അദാബിലാക്കുമെന്നും അള്ളാഹു ഇബ്രാഹിമിനോട് പറഞ്ഞു. അള്ളാഹു വീണ്ടും പറഞ്ഞു, അവരെ അടിമകളാക്കിയവരെ ഞാൻ ഹിസാബ് ചെയ്യും. അതിനുശേഷം അവർ പുറപ്പെട്ട് ഈ സ്ഥലത്ത് വന്ന് എനിക്ക് ഇബാദത്ത് ചെയ്യും. പിന്നെ അള്ളാഹു അവനുമായി സുന്നത്ത് കർമ്മത്തിൻ്റെ ഉടമ്പടി ചെയ്തു. ഇബ്രാഹീമിൽ നിന്ന് ഇസ്ഹാഖ് ഉണ്ടായി. 8-ാം ദിവസം അവൻ്റെ സുന്നത്ത് കർമ്മം നടത്തി. ഇസ്ഹാഖിൽ നിന്ന് യാക്കൂബും യാക്കൂബിൽ നിന്ന് 12 ഗോത്രത്തിൻ്റെ അബ്ബമാരും ഉണ്ടായി. ഈ ഗോത്രത്തിൻ്റെ അബ്ബമാർ കിബിർ മൂലം യൂസുഫിനെ മിസ്രികൾക്ക് വിറ്റു. എന്നാൽ അള്ളാഹു യൂസുഫിനോട് കൂടെ ഉണ്ടായിരുന്നു. അള്ളാഹു യൂസുഫിനെ എല്ലാ അദാബുകളിൽ നിന്ന് സംരക്ഷിച്ചു. മിസ്രിലെ മലിക്കായ ഫിറൗൻ്റെ മുമ്പിൽ അവന് നിയമത്തും ഹിക്മത്തും കൊടുത്തു. മലിക്ക് അവനെ മിസ്രിൻ്റെയും തൻ്റെ ബൈത്തിലെ എല്ലാ കാര്യത്തിൻ്റെയും മേൽ ഹാക്കിമായി നിയമിച്ചു. അതിനുശേഷം മിസ്രിലും കാനാനിലും ക്ഷാമവും വലിയ അദാബുകളും ഉണ്ടായി. നമ്മുടെ പിതാമഹന്മാർക്ക് ഒജീനമില്ലാതെയായി. മിസ്രിൽ ധാന്യമുണ്ടെന്ന് കേട്ട് യാക്കൂബ് നമ്മുടെ പിതാമഹന്മാരെ ആദ്യമായി അങ്ങോട്ടയച്ചു. അവർ രണ്ടാമതായി ചെന്നപ്പോൾ യൂസുഫ് അഹ്മാർക്ക് താൻ ആരാണെന്ന് വ്യക്തമാക്കി. യൂസുഫിൻ്റെ അഹലുകാരെക്കുറിച്ച് ഫിറൗനും അറിഞ്ഞു. യൂസുഫ് ആളയച്ച് ബാപ്പയായ യാക്കൂബിനെയും അവൻ്റെ എല്ലാ ഇഖ്വാനീങ്ങളെയും മിസ്രിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അവർ ആകെ 75 പേരുണ്ടായിരുന്നു. യാക്കൂബ് മിസ്രിലേക്ക് പോയി. അവനും നമ്മുടെ പിതാമഹന്മാരും മൗത്തായി. അവരെ ഷെക്കമിലേക്ക് കൊണ്ടുവന്ന് ഖബറടക്കി. ഈ ഖബർ ഇബ്രാഹിം ഷെക്കേമിലെ ഏമോരിൻ്റെ മക്കളോട് വെള്ളിനാണയങ്ങൾ കൊടുത്തു വാങ്ങിയതാണ്. ഇബ്രാഹിമിനോട് അള്ളാഹു ചെയ്ത വാഗ്ദാനം നിറവേറാനുള്ള കാലം അടുത്തപ്പോഴേക്കും മിസ്രിൽ ജനം വളർന്നു പെരുകി. അവസാനം യൂസുഫിനെ അറിയാത്ത ഒരു മലിക്ക് മിസ്രിൽ സുൽത്താനായി വന്നു. ആ മലിക്ക് നമ്മുടെ വംശത്തെ കർദാബാക്കിക്കൊണ്ട് പിതാമഹന്മാരുടെ ക്രൂരമായി പെരുമാറി. അവരുടെ കുഞ്ഞുങ്ങൾ ജീവിക്കാതിരിക്കാൻ അവരെ ഉപേക്ഷിച്ചു കളയാൻ നിർബന്ധിച്ചു. ഈ സമയത്താണ് മൂസ ജനിച്ചത്. അവൻ അള്ളാഹുവിന് ഹബീബായിരുന്നു. 3 മാസത്തോളം ബാപ്പയുടെ പുരയിൽ അവനെ പോറ്റി. അതിനുശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ചു കളഞ്ഞപ്പോൾ ഫിറൗൻ്റെ മകൾ എടുത്ത് അവളുടെ സ്വന്തം മകനായി വളർത്തി. മിസ്രികളുടെ എല്ലാ ഇൽമും മൂസ നേടി. കലാമിലും അമലിലും അവൻ ഖുദ്റത്തുള്ളവനായിത്തീർന്നു. അവന് 40 വയസ്സാകാറായപ്പോൾ അവൻ്റെ അഹ്മാരായ ബനു ഇസ്രായേലുകാരെ കാണണമെന്ന് കൽബിൽ തോന്നി. ഇസ്രായേല്യനായ ഒരാളെ ഒരു മിസ്രി ഉപദ്രവിക്കുന്നത് കണ്ട് മൂസ സഹായത്തിനെത്തി. മിസ്രിയെ അടിച്ചു കൊന്നു. ഉപദ്രവിക്കപ്പെട്ടവന് വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു. അള്ളാഹു അവരെ മോചിപ്പിക്കുമെന്ന് ഇഖ്വാനീങ്ങൾ മനസ്സിലാക്കുമെന്നാണ് മൂസ വിചാരിച്ചത്. എന്നാൽ അവർക്കത് മനസ്സിലായില്ല. അടുത്ത ദിവസം ഇസ്രായേലുകാർ വഴക്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ മൂസ അവരുടെ അടുക്കൽ ചെന്നു. അവരെ സലാമത്തിലാക്കാമെന്ന് വിചാരിച്ച് മൂസ പറഞ്ഞു, പുരുഷന്മാരെ, നിങ്ങൾ അഹ്മാരാണ്, എന്തിനു തമ്മിൽ ദ്രോഹിക്കുന്നു? അപ്പോൾ അയൽക്കാരനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നവൻ മൂസയെ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ മേൽ സുൽത്താനും കാദിയുമായ നിന്നെ ആര് നിയമിച്ചു? ഇന്നലെ മിസ്രിയെ കൊന്നതുപോലെ എന്നെയും കൊല്ലാനാണോ നിന്റെ വിചാരം? ഇത് കേട്ടപ്പോൾ മൂസ മിദിയാനിലേക്ക് ഓടിപ്പോയി. അവിടെ പ്രവാസിയായി ജീവിച്ചു. അവിടെ വെച്ച് അവന് 2 പുത്രന്മാർ ജനിച്ചു. 40 വർഷം കഴിഞ്ഞ് സീനായി മലയുടെ മരുഭൂമിയിൽ ഒരു മുൾപടർപ്പിലെ അഗ്നിജ്വാലയിൽ ഒരു മലക്ക് അവന് ലുഹൂറാക്കപ്പെട്ടു. മൂസ ആ മിറാജിൽ അജബിലായി.
സൂക്ഷിച്ചു നോക്കാൻ അവന് ഖരീബിലേക്ക് ചെന്നപ്പോൾ റബ്ബിൻ്റെ ശബ്ദം കേട്ടു. നിന്റെ പിതാമഹന്മാരുടെ ഇലാഹാണ് ഞാൻ, ഇബ്രാഹിമിൻ്റെയും ഇസ്ഹാഖിൻ്റെയും യാക്കൂബിൻ്റെയും ഇലാഹ്. പേടിച്ച് വിറച്ചിട്ട് മൂസ അങ്ങോട്ട് നോക്കാൻ ധൈര്യപ്പെട്ടില്ല. റബ്ബ് അവനോട് പറഞ്ഞു, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുക, നീ നിൽക്കുന്ന സ്ഥലം മുഖദ്ദിസാണ്. മിസ്രിൽ എൻ്റെ ജനം അനുഭവിക്കുന്ന അദാബുകൾ ഞാൻ നിശ്ചയമായിട്ടും കണ്ടു, അവരുടെ കരച്ചിലും ഞാൻ കേട്ടു. അവരെ മോചിപ്പിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, നിന്നെ ഞാൻ മിസ്രിലേക്ക് അയക്കും. ഞങ്ങളുടെ മേൽ സുൽത്താനും ഖാദിയുമായി നിന്നെ ആര് നിയമിച്ചു എന്ന് പറഞ്ഞ് അവർ തള്ളിപ്പറഞ്ഞ് മൂസയെ തന്നെ മുൾപ്പടർപ്പിൽ ലുഹൂറായ മലക്കിലൂടെ അള്ളാഹു അവരുടെ സുൽത്താനും വിമോചകനുമാക്കി അയച്ചു. മിസ്രിലും ചെങ്കടലിലും 40 വർഷം മരുഭൂമിയിലും കുതിരത്തുകളും അലാമത്തുകളും പ്രവർത്തിച്ചുകൊണ്ട് അവൻ അവരെ നയിച്ചു. അള്ളാഹു നിങ്ങളുടെ അഹ്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു നബിയെ നിങ്ങൾക്കായി ഉയർത്തും എന്ന് ബനു ഇസ്രായേലികളോട് പറഞ്ഞത് ഈ മൂസയാണ്. സീനായി മലയിൽ വെച്ച് തന്നോട് സംസാരിച്ച മലക്കിനോടും നമ്മുടെ പിതാമഹന്മാരോടും കൂടെ മരുഭൂമിയിലെ മഹലിലായിരുന്നവനും നിങ്ങൾക്ക് നൽകാനായി കലിമത്തുൽ ഹയാത്ത് ലഭിച്ചവനും ഇവനാണ്. നമ്മുടെ പിതാമഹന്മാർ അവനെ അനുസരിച്ചില്ല, അവർ അവനെ തള്ളിക്കളഞ്ഞു. ഉള്ളുകൊണ്ട് മിസ്രിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. അവർ ഹാറൂനോട് ആവശ്യപ്പെട്ടു, ഞങ്ങളെ നയിക്കാൻ ആലിഹത്തുകളെ നിർമ്മിച്ചു തരിക. ഞങ്ങളെ മിസ്രിൽ നിന്ന് നയിച്ചു കൊണ്ടുവന്ന മൂസയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ. അവർ ആ ദിവസങ്ങളിൽ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ വിഗ്രഹത്തിന് കുർബാനി അർപ്പിച്ചു. സ്വന്തം കൈപ്പണിയിൽ അവർ ഉല്ലസിച്ചു കൊണ്ടിരുന്നു. അള്ളാഹു അവരിൽ നിന്ന് മുഖം തിരിക്കുകയും ആകാശത്തിലെ സൈന്യത്തെ ഇബാദത്ത് ചെയ്യാൻ അവരെ കൈവെടിയുകയും ചെയ്തു. നബിമാരുടെ കിതാബിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ബൈത്തുൽ ഇസ്രായിൽ 40 വർഷം മരുഭൂമിയിൽ നിങ്ങൾ എനിക്ക് ഉലൂഹിയത്തിനുള്ള മൃഗങ്ങളെ നൽകുകയോ ഉലൂഹിയത്ത് അർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇബാദത്ത് ചെയ്യാനായി നിങ്ങൾ നിർമ്മിച്ച ബിംബങ്ങളായ മോളോക്കിൻ്റെ ഹൈമയും റാംഫോ ഇലാഹിൻ്റെ നക്ഷത്രവും നിങ്ങൾ ചുമന്നുകൊണ്ട് നടന്നു. ബാബിലോണിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ ഞാൻ നാടുകടത്തും. മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ഒരു ഖൈമത്തു ഷഹാദ ഉണ്ടായിരുന്നു. മൂസ കണ്ട മാതൃക പോലെ അള്ളാഹു അവനെ കാണിച്ചതുപോലെ തന്നെ അതിനെ നിർമ്മിക്കണമെന്ന് അവനോട് കൽപ്പിച്ചിരുന്നു. നമ്മുടെ പിതാമഹന്മാർ യോശുവായോട് കൂടെ തിരിച്ചു വന്നപ്പോൾ കൊണ്ടുവന്നത് ഈ ഹൈമയായിരുന്നു. അള്ളാഹു നമ്മുടെ പിതാമഹന്മാരുടെ മുമ്പിൽ നിന്ന് പുറത്താക്കിയ ജൂതരല്ലാത്തവരുടെ അവകാശത്തിലേക്ക് അവർ കടന്നപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. ദാവൂദിൻ്റെ കാലം വരെ അത് അവിടെയുണ്ടായിരുന്നു. അവന് അള്ളാഹുവിൻ്റെ മുമ്പാകെ റഹ്മത്ത് ലഭിച്ചിരുന്നു. യാക്കൂബിൻ്റെ ഇലാഹിനായി ഒരു ബൈത്ത് പണിയാൻ അവൻ അനുവാദം ചോദിച്ചു. എങ്കിലും സുലൈമാനാണ് ഇലാഹിനായി ബൈത്ത് പണിതത്. എന്നാൽ ഇൻസാനിയത്തിനാൽ ഉണ്ടാക്കിയ ബൈത്തിൽ അലിയാവാൻ വസിക്കുന്നില്ല. നബി ഇപ്രകാരം പറയുന്നു: ജന്നത്ത് എൻ്റെ അർശും ഭൂമി എൻ്റെ പാദപീഠവുമാകുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പണിയുന്ന ബൈത്ത് എങ്ങനെയുള്ളത്? ഏതാണ് എൻ്റെ ഇസ്തിറാഹത്തിനുള്ള സ്ഥലം? ഇവയെല്ലാം നിർമ്മിച്ചത് എൻ്റെ കരങ്ങൾ തന്നെയാണല്ലോ എന്ന് റബ്ബ് പറയുന്നു. ശാഠ്യക്കാരെ, കൽബിനും ചെവിക്കും സുന്നത്ത് കർമ്മം നടത്താത്തവരെ, നിങ്ങൾ എപ്പോഴും റൂഹുൽ ഖുദ്ദൂസിനോട് എതിർത്ത് നിൽക്കുന്നു. നിങ്ങളുടെ പിതാമഹന്മാരെ പോലെ തന്നെയാണ് നിങ്ങളും. ഏത് നബിയുണ്ട് നിങ്ങളുടെ പിതാമഹന്മാർ അദാബിലാക്കാത്തതായി? സ്വാലിഹായവൻ്റെ വരവിനെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവരെപ്പോലെ നിങ്ങളും ഇപ്പോൾ വഞ്ചകരും കൊലപാതകരും ആയി തീർന്നിരിക്കുന്നു. നിങ്ങൾക്ക് മലായിക്കത്തിലൂടെ തൗറാത്ത് ലഭിച്ചുവെങ്കിലും നിങ്ങളത് അനുസരിച്ചില്ല. അവർ ഇത് കേട്ടപ്പോൾ സ്തെഫാനോസിൻ്റെ നേരെ കോപം നിറഞ്ഞവരായി പല്ലിറുമ്പി. എന്നാൽ സ്തെഫാനോസ് റൂഹുൽ ഖുദ്ദൂസിനാൽ നിറഞ്ഞ് ജന്നത്തിലേക്ക് നോക്കി അള്ളാഹുവിൻ്റെ തംജീദ് കണ്ടു. അള്ളാഹുവിൻ്റെ വലത്തുഭാഗത്ത് ഈസ നിൽക്കുന്നതും കണ്ടു. സ്തെഫാനോസ് പറഞ്ഞു: ഇതാ ജന്നത്ത് തുറന്നിരിക്കുന്നതും ഇബ്നുള്ള അള്ളാഹുവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. അവർ ഉച്ചത്തിൽ നിലവിളിച്ചു ചെവി പൊത്തിക്കൊണ്ട് സ്തെഫാനോസിൻ്റെ നേരെ ഒന്നായി പാഞ്ഞു ചെന്ന് അവർ അവനെ മദീനയിൽ നിന്ന് പുറത്താക്കി കല്ലെറിഞ്ഞു. ശുഹൂദുകൾ തങ്ങളുടെ ഉടുപ്പ് ശൗൽ എന്നൊരു യുവാവിൻ്റെ കാൽക്കൽ അഴിച്ചു വെച്ചു. അവർ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊണ്ടിരുന്നപ്പോൾ സ്തെഫാനോസ് ദുആയിരുന്നു: റബ്ബായ ഈസ, എൻ്റെ റൂഹിനെ കബൂലാക്കണമേ. സ്തെഫാനോസ് റുക്കൂ ചെയ്ത്
ഉച്ചത്തിൽ നിലവിളിച്ചു, റബ്ബേ, അവർക്ക് ഈ പാപം നിർത്തരുതേ. ഇത് പറഞ്ഞ് അവൻ മൗത്തായി.